നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് HRDS എന്ന് പറയുന്ന സോഷ്യൽ സംഘടനയുടെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി അജിത് കൃഷ്ണനോടാണ്. അദ്ദേഹത്തിൻ്റെ 2 ഭാഗങ്ങളാണ് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യയിൽ പല പദ്ധതികളും എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുമ്പോൾ കേരളത്തിൽ എന്തുകൊണ്ടാണ് പദ്ധതികളൊന്നും നടപ്പിലാക്കാത്തത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് 3-ാം ഭാഗത്തുള്ളത്. നമസ്കാരം. അതായത് താങ്കൾ ഇന്ന് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് ആദിവാസി ഗോത്രവർഗ മേഖലകളിൽ വലിയ സംഭാവനകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് താങ്കളുടെ HRDS എന്നുള്ള പ്രസ്ഥാനം. എന്നാൽ കേരളത്തിൽ അത്തരം കാര്യങ്ങൾ നടത്താൻ കഴിയുന്നതില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വലിയ പദ്ധതികളുണ്ട്, പല പദ്ധതികളും അതൊന്നും കേരളത്തിൽ നടക്കാൻ ഇവിടെ വരാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഇത് നന്ദകുമാർജി ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ നരേന്ദ്രമോദിജിയുടെ ഒരു വലിയ പദ്ധതിയുണ്ട്, ഇന്ത്യയുടെ പവർ സെക്ടർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അതായത് വൈദ്യുതി ഉൽപ്പാദനം ഇപ്പോഴുള്ളതിൻ്റെ 10 മടങ്ങ് ഇരട്ടിയായാൽ മാത്രമേ ഇന്ത്യക്ക് വ്യവസായവൽക്കരണവും അത്തരം കാര്യങ്ങളിലേക്ക് ഇത് കടക്കാൻ കഴിയുള്ളൂ, അറിയാമല്ലോ. അപ്പം അതിനു വേണ്ടിയിട്ട് കേന്ദ്രം ഒരു NTPCയുടെ കീഴിൽ ഒരു സംവിധാനം കൊണ്ടുവന്നിരുന്നു. അത് വന്നപ്പോൾ ഇപ്പം നമ്മൾ അത് കേരളത്തിൽ വന്നത് നമ്മുടെ ഇടുക്കി ഡാമിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദനത്തിന് ശേഷം മൂലമറ്റം പവർ ഹൗസിലേക്ക് വരുന്ന വെള്ളം വീണ്ടും ഒന്നും കൂടെ ഉപയോഗിക്കാവുന്ന പോലെയുള്ളൊരു ടെക്നോളജിയാണ് അവർ കൊണ്ടുവന്നത്. അതിന് 36,000 കോടി രൂപയുടെ പദ്ധതിയാണ്. ഈ പദ്ധതി ഇവിടെ വന്നാൽ ഇപ്പോൾ നിലവിലുള്ളതിൻ്റെ വൈദ്യുതി ഉൽപ്പാദനം നേരെ ഇരട്ടിയാവും. അത് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് ഇവിടെ വൈദ്യുതി ക്ഷാമം നേരിടുന്ന ഈ സംസ്ഥാനത്തിന് വലിയ ആശ്വാസമാകുന്ന ഒരു സംവിധാനമാണത്. പക്ഷേ അങ്ങനെ ഒരു സംവിധാനം വരുമ്പോൾ നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പവർ സെക്ടറിലുള്ള ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് ഇതിൻ്റെ പർച്ചേസാണ്. ഈ പർച്ചേസ് എന്ന് പറയുന്നത് ഈ ഇത്തരം പർച്ചേസുകളിലാണല്ലോ ഇവർക്ക് എപ്പോഴും താല്പര്യമുള്ളത്. കമ്മീഷൻ കിട്ടുന്നു. ഈ മരുന്നിൻ്റെ കാര്യത്തിലായാലും ഏതൊരു കാര്യത്തിലായാലും കമ്മീഷൻ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ്. അപ്പോൾ പവർ സെക്ടർ, പ്രൈവറ്റ് സെക്ടർ, ഇപ്പോൾ റിലയൻസ് പോലുള്ളവർ, അദാനി പോലുള്ള ഗ്രൂപ്പുകൾ കറണ്ട് ഉൽപ്പാദിപ്പിച്ച് നൽകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അവരുടെ കയ്യിൽ നിന്ന് കറണ്ട് വാങ്ങുമ്പോൾ കിട്ടുന്ന ഭീമമായ കമ്മീഷനുണ്ട്. ഈ കമ്മീഷന് വേണ്ടിയിട്ട് അവർ ഈ ഇവിടുത്തെ സ്വയം പര്യാപ്തതയിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു തടസ്സം ഉണ്ടാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഈ പദ്ധതി വന്നപ്പോഴുണ്ടായ ഒരു കാര്യം, ഇതിൻ്റെ അതായത് ഈ THDC എന്ന് പറയുന്ന സംവിധാനമുണ്ട് കേന്ദ്ര ഗവൺമെൻറ്. ഈ NTPCയുടെ താഴെയുള്ളതാണ് ഈ DMRC ഒക്കെ പോലെയുള്ളൊരു ക്രമീകരണമാണ്. അപ്പോൾ അവരുടെ പ്രോജക്റ്റ് വന്നപ്പോൾ ഇവരുടെ ആളുകൾ വന്ന് വൈദ്യുതി മന്ത്രിയെ കാണുന്നു. കൃഷ്ണൻകുട്ടി ചേർന്ന വളരെ വലിയ സ്വാധീനമായ മനുഷ്യനാണ്. അദ്ദേഹം വലിയ കുഴപ്പക്കാരനായിട്ട് എനിക്ക് തോന്നിയില്ല. ഒന്നുമില്ല, വളരെ നല്ല മനുഷ്യനാണ്. അപ്പം അദ്ദേഹത്തെ കാണുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ ഇതിനകത്ത് നിസ്സഹായനാണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ മുഖ്യമന്ത്രിയെ തന്നെ കാണണം. അങ്ങനെ ഇതിൻ്റെ ആളുകൾ ഡൽഹിയിൽ നിന്ന് വന്നവർ മുഖ്യമന്ത്രിയെ കാണുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നപ്പം മനസ്സിലായൊരു കാര്യം, അദ്ദേഹം ഒന്നും വിട്ടു പറയുന്നില്ല. അങ്ങനെ മറ്റേ ശശി സഖാവിനെ കാണുന്നു. മുഖ്യമന്ത്രിയെക്കാളും വലിയ ആളുകളാണല്ലോ അവിടെ. ശശിയെ കാണുന്നു. അപ്പോൾ ശശി പറയുന്നു, അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ, നോക്കട്ടെ, അതെന്താണെന്ന് പരിശോധിക്കാം എന്നൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു. പിന്നീട് വീണ്ടും ഒരു മന്ത്രിയെ കണ്ടപ്പോഴാണ് മന്ത്രി പറയുന്നത്, ഇതിനകത്ത് ക്യാബിനറ്റ് നോട്ട് എഴുതിയിട്ടിരിക്കുകയാണ്, ഇത് തൽക്കാലം എടുക്കണ്ട. അതെന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്? അതായത് പദ്ധതിയെ പറ്റി ഒന്നും കൂടെ പറയാം. ഇടുക്കി പദ്ധതിയിൽ നിന്ന് ഇപ്പോഴുള്ള പ്രോജക്റ്റ് എന്ന് പറയുന്നത് വെള്ളം ഒഴുകി പോയി മൂലമറ്റം പ്രോജക്റ്റ് പോകണം. ഹൗസിൽ നിന്നാണല്ലോ വൈദ്യുതി നടക്കുന്നത്. എന്നിട്ട് ആ വെള്ളം മിച്ചമുള്ള ബാക്കി വെള്ളം ഒഴുക്കി വിടുന്നു, മലങ്കര ഡാമിലേക്ക് വരുന്നു. അതിങ്ങനെ മൂവാറ്റുപുഴ 6 വഴി കെട്ട് വഴി അല്ല, അതല്ല, അത് മറ്റേ അവിടെ വരുന്ന വെള്ളമാണ്. ഇത് ഇതിലെ പോവാണ്. അത് മുല്ലപ്പെരിയാർ വെള്ളമാണ് അങ്ങനെ വരുന്നത്. ഇത് മലങ്കര ഡാം വഴി നേരെ മൂവാറ്റുപുഴ ആറ്റിലേക്ക് വരുന്നു. മൂവാറ്റുപുഴ ആറ്റിൽ നിന്ന് വൈക്കം ഭാഗത്തേക്ക് പോകണം, കായലിലേക്ക് പോകണം. അപ്പോൾ ആ വെള്ളം ഒന്നും കൂടെ ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അത് ഉപയോഗിച്ച് ആ വെള്ളം വീണ്ടും അത് പമ്പ് ചെയ്ത് മുകളിൽ കയറ്റുന്നൊരു ടെക്നോളജിയാണ്. അപ്പോൾ അത് മറ്റ് പല രാജ്യങ്ങളിലും ഇത് നടക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും ഇത് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ഫണ്ടുണ്ട്. കാരണം ഊർജ്ജോൽപാദനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഊർജം
പുതിയ പുതിയ ഊർജ്ജ സ്രോതസ്സുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം ഡെവലപ്പ് ചെയ്യുള്ളൂ. അതിനെ ഈ മറ്റേ നമ്മുടെ ആണവ റിയാക്ടറുകളെക്കാളിലൊക്കെ ഏറ്റവും സുരക്ഷിതവും അത് താരതമ്യേന ചെലവ് കുറഞ്ഞ സംവിധാനമാണുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ കൂടുതൽ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നത്, കേന്ദ്ര ഗവൺമെൻറ്. അപ്പോൾ അതിനെയാണ് ഇവർ തടസ്സം നിൽക്കുന്നത്. ഇവർ ക്യാബിനറ്റ് നോട്ട് എഴുതിയിട്ടിരിക്കുകയാണ്, ട്രേഡ് യൂണിയനെ കൂടെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് മതി ഇത്. അപ്പോൾ ഇവിടെ ട്രേഡ് യൂണിയനാണ് ഇത്തരം കാര്യം തീരുമാനിക്കുന്നത്. അപ്പോൾ ഇളമരം കരീമിനെ കാണാൻ പറയുന്നു. ഇളമരം കരീമാണ് ഇവിടെ കാര്യം തീരുമാനിക്കേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള തടസ്സവാദങ്ങൾ ഉന്നയിച്ച് ഇതുപോലത്തെ വലിയ പദ്ധതികളെ പോലും മാറ്റി നിർത്തുന്ന പരിപാടിയാണ്, അട്ടിമറിക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ വേറൊരു വശം എന്താണെന്നറിയോ? ഈ പദ്ധതി വന്നു കഴിയുമ്പോൾ ഒരു 5 വർഷത്തേക്ക് ഇവരുടെ കയ്യിലായിരിക്കും ഈ ക്രമീകരണങ്ങൾ മുഴുവൻ. അന്നേരം ഇപ്പം നിലവിൽ ഇവർ നടത്തി KC ബോർഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ വെച്ചിട്ട് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സകല അഴിമതികളും സകല തോന്നിവാസങ്ങളും നിന്നുപോകും. ആ സംഭവങ്ങൾ നിൽക്കാതിരിക്കുന്നതിന് വേണ്ടി, അല്ല അതിനൊരു മറയിടാൻ വേണ്ടിയാണ് ഇത്തരം ഏജൻസികളെ ഇങ്ങോട്ട് കടത്തിക്കൊണ്ടിരാതിരിക്കാൻ ഇവർ നോക്കുന്നത്. ഇത് വലിയ ബുദ്ധിമാന്മാരുടെ കളികൾ അവർ കളിക്കുന്നതല്ല. അതായത് അവർക്ക് നേരിട്ട് അഴിമതി നടത്താനുള്ള സാഹചര്യങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ ഇത് വേണ്ട എന്നുള്ള നിലപാടാണ് ഗവൺമെന്റ് നടത്തുന്നത്. ഇതേപോലുള്ള ഒരു ചോദ്യമാണ്. അതായത് കേന്ദ്രത്തിന്റെ പല പദ്ധതികളും ഇവിടെ കിട്ടുന്ന സൗജന്യങ്ങൾ പലതെല്ലാം തന്നെ ഇവിടെ പിണറായി വിജയന്റെ പദ്ധതികളായി മാറ്റിയിട്ട് ചെയ്യുന്നത് ഈ പല പരാതികൾ. അതെന്താണ് യഥാർത്ഥത്തിൽ? അതിപ്പോൾ നമ്മുടെ ഈ ലൈഫ് മിഷൻ ഒരു പേരിട്ടേക്കുന്ന പദ്ധതി, ഇത് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണിത്. കേന്ദ്ര ഗവൺമെൻറ്റാണ് ഫണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇവിടെ ചെയ്യുന്ന കാര്യത്തിന് ഇവർ വേറെ പേരിട്ടിട്ട് ചെയ്യുന്നു. പ്രധാനമന്ത്രി എന്നുള്ളൊരു വേർഡ് ഉപയോഗിക്കാൻ ഇവർക്ക് മടിയാണ്. ഇവരെന്താ വിചാരിച്ചേക്കുന്നത്? ഇത് വേറൊരു രാജ്യമാണോ? കേരളം മുമ്പ് കിറ്റ് കൊടുത്തതിന്റെ കാര്യം, അതേപോലെ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇവിടെ കൊടുത്ത് പിണറായി വിജയൻ കൊടുത്തു എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കി വോട്ട് നേടിയത്. അതെ 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 അതെ. അപ്പം അങ്ങനെ ജനങ്ങളെ ഞാനതാ പറയുന്നത്, ഈ ഇത്രയ്ക്ക് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ജനത വേറെ ഇല്ല കേരളത്തിലേതുപോലെ. അപ്പോൾ ഈ വിദ്യാസമ്പന്നരായ ആളുകൾ മുഴുവൻ ഈ ഇത്തരം മണ്ടത്തരങ്ങൾ പറയുന്നത് കേട്ട് വിഴുങ്ങാൻ മാത്രമേ ഉള്ളൂ. കാരണം ഇതൊരു വികാരമായി മാറിയിരിക്കുക. ഇവർ ഈ CPM ഇവിടുത്തെ ജനങ്ങളുടെ മേലെ ഒരു വികാരം അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. ഇത് ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ജാതി പോലെ, ഒരു മതം പോലെ തന്നെയാണ്. ഇത് ഹിന്ദു മതം അല്ലെങ്കിൽ ഇസ്ലാം, ക്രിസ്ത്യൻ മതം എന്നൊക്കെ പറയുന്നതിൽ വേറൊരു മതമാണ് ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് മതത്തെ പിന്തുടരുന്നവർ ഇപ്പം ആളുകൾ പറയാറുണ്ടല്ലോ, ഞാൻ പരമ്പരാഗത കമ്മ്യൂണിസ്റ്റാണ്. എന്താണ് ഈ പരമ്പരാഗത കമ്മ്യൂണിസം എന്ന് പറയുന്ന സംഭവം? അത്തരം വിഡ്ഢികളാണ് ഇവിടെ ഉള്ളത്, പരമ്പരാഗത കമ്മ്യൂണിസ്റ്റുകൾ. ഞാൻ മാറിയല്ല അതിൽ നിന്ന്. ഒരു വിഡ്ഢിത്തരമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറാൻ തയ്യാറാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് ഈ ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ടവർ അതിനകത്ത് നടക്കുന്ന എന്ത് അനാചാരങ്ങൾ കണ്ടാലും എന്ത് തോന്നിവാസം കണ്ടാലും അവരതിൻ്റെ പുറകെ തന്നെ പോകുള്ളൂ. അതിനകത്ത് വിദ്യാഭ്യാസമുള്ളവരും സയൻറ്റിസ്റ്റുകളുണ്ട്, എൻജിനീയേഴ്സുണ്ട്, ഡോക്ടർമാരുണ്ട്, ഒട്ടനവധി ആളുകളുണ്ട്, വളരെ മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ. അവരും ഇത് മുഴുവൻ ശുദ്ധ തോന്നിവാസമാണ് കാണിക്കുന്നതെന്ന് അറിയാം. കൊച്ചുകുട്ടികളുടെ മേൽ നടത്തുന്ന ഈ തോന്നിവാസം, ഈ അവരുടെ അതെന്താ പറയുക, ലൈംഗിക വൈകൃതങ്ങളടക്കമുള്ള, അത് മാത്രമല്ല ഈ കുട്ടികളുടെ ഇത് ഉണ്ടല്ലോ, ഒരു സുന്നത്ത് കല്യാണം, അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്തൊരു മനുഷ്യാവകാശ ധ്വംസനമാണ്. ഒരു കുട്ടിയുടെ അനുവാദം ചോദിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ 18 വയസ്സ് കഴിഞ്ഞിട്ട് ചെയ്യട്ടെ, അല്ലെങ്കിൽ 21 വയസ്സ് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യമല്ലേ? ഇതൊരു കുട്ടിക്ക് തിരിച്ചറിവാകുന്നതിന് മുമ്പ് തന്നെ അത് ഈ ഇവിടുത്തെ ഒരു ശരിക്കും പോക്സോ കേസെടുക്കേണ്ട വിഷയമല്ലേ അത്? അങ്ങനെ എടുക്കാൻ കേസെടുക്കാനാണെങ്കിൽ മുസ്ലിം മതത്തിലെ ഭൂരിപക്ഷം ആൾക്കാർക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ അത്തരം ഗുരുതരമായ ബോധവൽക്കരണം എന്ന് പറയുന്ന ഒരു സംഭവമാണ് ആ മേഖലയിൽ നടക്കേണ്ടത് എന്നാണ് നമ്മൾ. അതെ, തീർച്ചയായിട്ടും അതെ, ബോധവൽക്കരണം നടക്കണം. പക്ഷേ ഇതിനകത്ത് ഒരു അപകടമുള്ളത്, ഈ ഇതുപോലെ തന്നെയുള്ള ബോധവൽക്കരണ പരിപാടികളുമായിട്ട് ഇറങ്ങിയവരെ ഒക്കെ ഇവർ അടിച്ചു പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ബോധം ആരും ഉണ്ടാക്കി തരണ്ടെന്ന് വാശി പിടിക്കല്ലേ, പിന്നെ എന്ത് ചെയ്യും? അതിനെ കൂട്ടു നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണല്ലോ പിണറായി വിജയൻ ഇവിടെ. കാരണം മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുമായിട്ട് ഏറ്റവും അധികം അടുത്ത ബന്ധം പുലർത്തുന്നു എന്നുള്ളത് ആക്ഷേപത്തെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, ഇതിപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുഴുവനും അവരുടെ റഡാർ സിസ്റ്റം തിരിച്ചു വെക്കേണ്ടി വന്നത് കേരളത്തിലേക്കാണ്. അത് ഇപ്പോൾ കാശ്മീരിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അവിടെ മോദിജിയുടെ അമിത്ഷാജിയുടെ ഇടപെടൽ കൊണ്ട് എല്ലാം അവിടെ ക്ലീൻ ആയപ്പോൾ പോലും കേരളത്തിലേക്ക് ഇവരെല്ലാവരും കൂടെ കുടിയേറിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് താമസിക്കുന്ന
ബംഗ്ലാദേശ് സ്വദേശികൾ അവർ കള്ള രേഖകൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ താമസിക്കുകയാണ്. അതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണമില്ല. 25 ലക്ഷം പേരിവിടെ ഉണ്ടെന്നാണ് ഗവൺമെൻറ് കണക്ക്. 25ആണോ? 50 ലക്ഷത്തിന് മേൽ ആളുകൾ ഇവിടെ ഉണ്ട്. അതിൻ്റെ മേൽ അവരുടെ മേൽ ഒരു നിയന്ത്രണവുമില്ല, ഒരു കണക്കുമില്ല, ഒരു സംവിധാനമില്ല. ഇവരെ മുഴുവൻ അഴിച്ചുവിടുകയാണ്. ഇവർക്ക് ഇനി വോട്ടും കൂടെ കൊടുക്കാനുള്ള സംവിധാനം കൂടെ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അത്തരം ഉത്തരവാദിത്തമില്ലാത്ത ഒരു സംവിധാനം ഇത്. ഇവർക്ക് ഈ വരുന്ന തലമുറയെക്കുറിച്ച് എന്തെങ്കിലും ചിന്തയുണ്ട്? ഇവരെല്ലാവരും ഇപ്പോൾ അമേരിക്കയിലേക്ക് പോകും. അതുകൊണ്ട് ഇവർക്ക് പിന്നെ ഒന്നും പേടിക്കാനില്ല. പക്ഷേ ബാക്കിയുള്ളവരിവിടെ എന്ത് ചെയ്യും? ഇവിടെ ജീവിക്കേണ്ട ആളുകളല്ലേ, അവരെന്ത് ചെയ്യും? ഈ ഭീകരവാദികളുടെ കൂടെ ഇവിടെ താമസിക്കാൻ പറ്റുമോ? എന്തെല്ലാം ക്രൈമാണ് നടക്കുന്നത് ഓരോ ദിവസവും. ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ, ഇവരതിന് പേരിട്ടിരിക്കുന്നത് എന്താണ്? അതിഥി തൊഴിലാളികൾ എന്നൊക്കെയാണ് പേരിടുന്നത്. അപ്പോൾ ഇവരെ ഈ അകറ്റി നിർത്തേണ്ട ആളുകളെ മുഴുവൻ ഇതിനകത്ത് കൊണ്ടുവന്ന് അരാജകത്വം സൃഷ്ടിക്കുന്ന ഒരു ഭരണാധികാരിയും ഭരണകൂടവുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിനൊക്കെ എതിരെ അതിശക്തമായിട്ട് മൂവ്മെൻറ്റ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. എന്താ പറഞ്ഞ് അത് ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ BJP നേതൃത്വത്തിന് അങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നതിന് എവിടെയും കാണുന്നില്ല. അവർ ഇടയ്ക്ക് ഒറ്റപ്പെട്ട ഒരു പ്രസ്താവനകൾ ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. അല്ല, ഭാവനയില്ലാത്ത നേതൃത്വം എവിടെ ഉണ്ടായാലും ഇത് ശോഭിക്കില്ല. അത് ഏതൊരു രാജ്യത്തിൻ്റെയും ദുര്യോഗം തന്നെയാണ്. അത് ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ ഇവരൊക്കെ നമ്മൾ പറയുമ്പോൾ കളിയാക്കി സംസാരിച്ചുകൊണ്ടിരുന്ന UP ഒക്കെ ഇപ്പോൾ എത്ര മാറിയിരിക്കുന്നു. അവിടെ ക്രിമിനലിന് ജീവിക്കാൻ അവസരമില്ല. ഒരുത്തൻ ക്രിമിനലാണോ, അവൻ സാമൂഹ്യ വിരുദ്ധനാണോ, അവനെ പിന്നെ അവിടെ ആവശ്യമില്ലെന്നേ. എന്തിനാണ് നമ്മളത് സഹിക്കുന്നത്? നമ്മളൊരു ജനത ഇവിടെ ജീവിക്കുകയാണ്. അപ്പം നമുക്ക് തന്നെ എതിരായിട്ട് ഒരു സംഘം പ്രവർത്തിച്ചു വന്നാൽ അവനെ നമ്മൾ എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്? നവകേരള യാത്രയിൽ നടക്കുന്നത് ഗുണ്ടകളെയും കൊണ്ടിട്ടല്ലേ നടക്കുന്നത്? ഒരു രഥം നിറയെ ഏത് രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ, ഏത് ഇതായിക്കോട്ടെ, വിദ്യാർത്ഥികളെ അടക്കം പ്രതിഷേധിക്കുന്ന ആൾക്കാരെ അതിക്രൂരമായിട്ട് വേട്ടയാടുന്നതിനെതിരെ എന്തുകൊണ്ടാണ് ഈ BJP നേതൃത്വം മിണ്ടാതിരിക്കുന്നത്? അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഒരു മനുഷ്യനെ അടിച്ചു കൊല്ലുന്ന നേരം കൂട്ടം കൂടി ആക്രമിക്കുമ്പോൾ മുഖ്യമന്ത്രിൻ്റെ കൂടെ നടക്കുന്ന ഒരു ഗുണ്ടാ സംഘം ഇത് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി ഒരു അറ്റക്ഷമില്ലാത്തത് എന്തുകൊണ്ടാണ്? അന്തർവാദി പറഞ്ഞല്ലോ BJP നേതൃത്വം ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ യഥാർത്ഥ അവസ്ഥ. BJPക്ക് നേതൃത്വം ഇല്ല ഇവിടെ. അതിൻ്റെ പ്രശ്നങ്ങളാണ്. കാരണം BJPയുടെ നേതൃത്വം ആരുടെ കയ്യിലായിരിക്കുന്നത്? ഇവിടുത്തെ ഈ പറയുന്ന ആളുകളുടെ തന്നെയാണ് BJPയുടെ നേതൃത്വം ഇരിക്കുന്നത്. അവരുടെ തലച്ചോറ്, അവരുടെ ചിന്തകൾ, അവരുടെ ചലനശേഷി അടക്കമുള്ള കാര്യങ്ങൾ ഇവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ അങ്ങ് പറഞ്ഞല്ലോ യൂസഫ് അലിയാണ് ഇവിടെ ഭരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ, ശരിയല്ലേ? യൂസഫ് അലി ഇല്ലാത്ത ഏത് മേഖലയുള്ളത്? സ്വർണ്ണക്കള്ളക്കടത്തിനകത്ത് യൂസഫ് അലിക്ക് പങ്കില്ലെന്നാണ് വിചാരിക്കുന്നത്? അല്ല, അതിനെക്കുറിച്ചുള്ള വാർത്തയാണല്ലോ ഞാൻ പ്രസിദ്ധീകരിച്ചത്. അതെ, അതിനെതിരെ അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തത് ACJ കോടതി ഉത്തരവിടുന്നു. ഹൈക്കോടതിയിൽ സ്റ്റേ വാങ്ങുന്നത് ഒരുമിച്ചാണ്. യൂസഫ് അലിയും കസ്റ്റംസും കൂടിയാണ് സ്റ്റേ വാങ്ങുന്നത്. അതെ 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 അതാ പറഞ്ഞത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ സ്വപ്ന കോടതിക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. യൂസഫ് അലിയുടെ പേര് ഇതിനകത്ത് വരുമോ എന്ന് ചോദിക്കുന്നതിന് വേണ്ടി എന്നെ കാണാമെന്ന RSSൻ്റെ ഒരു നേതാവാണ്. എന്തു ചെയ്യും? ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങേരെന്തിനാണ് ഈ കാര്യം അറിയാനായിട്ട്? അതിന് യൂസഫ് അലി ടിക്കറ്റ് എടുത്ത് കൊടുത്ത് അയാളെ വിടുകയാണ്. അന്ന് ഞാൻ ദുബായിലാണ്. അങ്ങോട്ട് വിടുകയാണ് ഇവിടുന്ന്, തൃശ്ശൂരിലൊരു. അല്ല, V മുരളീധരൻ ദുബായിൽ പോയി യൂസഫ് അലിയോടൊപ്പം പിണറായി വിജയൻ്റെ മകനുമായിട്ട് കൂടിച്ചേർന്ന് സംസാരിച്ചിട്ടാണ് പല കാര്യങ്ങളും സെറ്റിൽ ചെയ്യുന്നതെന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതെ അതെ അതെ. അല്ല, അത് ഇപ്പോൾ അവിടെയുള്ള ഹയാത്ത് ഹോട്ടൽ അടക്കം ഉള്ള കേന്ദ്രങ്ങൾ ാണല്ലോ പിണറായി വിജയൻ പോയി താമസിക്കുന്നത്. തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവാണ്. കുടിലിൽ ജീവിച്ചവനാണ്. കഞ്ഞിയും ചമ്മന്തിയും കഴിച്ചുകൊണ്ടിരുന്നവനാണ്. കേരളത്തിലെ നവകേരള യാത്ര നടക്കുമ്പം 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ചിട്ടല്ലേ മീറ്റിംഗ് നടക്കുന്നത്? അതെ അതെ. ബാർ ഹോട്ടലിൽ മീറ്റിംഗ് നടക്കുന്നു, ചർച്ച ചെയ്യുന്നു, താമസിക്കുന്നു. ഈ ഗസ്റ്റ് ഹൗസിലെല്ലാം താമസിക്കുന്നത് എല്ലാ സുഖസൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള യാത്രയല്ലേ? അതായത് ആർഭാടത്തിൽ ആറാടി ജീവി. അപ്പം ഇവിടെ ഉള്ളൊരു ചോദ്യം, ഈ ഇത്തരത്തിലുള്ള ഈ പറയുന്ന വിദ്യുച്ഛക്തി പദ്ധതികളടക്കം ഇനി വേറെ എന്തൊക്കെ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളാണ് ഇതുപോലെ ഇവിടെ കൊണ്ടുവരാൻ ഇവർ തടസ്സപ്പെടുത്തുന്നത്? എൻ്റെ അറിവിൽ ഈ വളരെ അടുത്ത സമയത്ത് കിട്ടിയ ഒരു കാര്യമാണിത്, ഈ വിഷയം. അപ്പോൾ ഇതുപോലെ ഒരുപാട് കേന്ദ്ര പദ്ധതികളെ നമ്മുടെ ഇൻഷുറൻസിൻ്റെ വിഷയം തന്നെ. ഇൻഷുറൻസ് ഇവിടെ വേണ്ടെന്നല്ല തീരുമാനിക്കുന്നത്. അതെത്രയോ വലിയൊരു പദ്ധതിയാണ്. അതുപോലെ ശുചീകരണത്തിന് വേണ്ടിയിട്ട് മോദിജി കൊണ്ടുവന്ന ഈ സ്വച്ഛ
സ്വച്ഛ ഭാരത് പദ്ധതി പോലുള്ള കാര്യങ്ങൾ മുഴുവൻ ഇവർ അട്ടിമറിച്ച് കളയില്ലേ. ഇവർ കളിയാക്കുവാണല്ലോ, കക്കൂസ് ആണോ പണിത് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ട്. ആണെന്നേ, കക്കൂസ് തന്നെയാണ് പണിത് കൊടുക്കേണ്ടത്. അതെന്താ സംശയം? ഇവരിത് കണ്ടിട്ടില്ല. ഇവിടെ കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ പോലും എന്നാണ്, എത്ര കാലമായി ആളുകൾ റോഡ് സൈഡിൽ ഇരുന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന സംവിധാനത്തിൽ നിന്ന് മാറ്റം ഉണ്ടായിട്ട് എത്ര കാലമായി? ഈ കഴിഞ്ഞ മോദി വന്നതിന് ശേഷമാണ് ഇതൊക്കെ ഉണ്ടായത്. നമ്മുടെ പ്രോജക്റ്റ് ഇപ്പോൾ ഒഡീഷയിൽ നടക്കുന്നുണ്ട്, രാജസ്ഥാനിലൊക്കെ നടക്കുന്നുണ്ട്. അവിടെ ജനങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് അങ്ങേയറ്റം ദുരന്തമാണ്. അവിടെ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഘടകം തന്നെയാണ് കക്കൂസുകൾ. കാരണം സ്ത്രീകൾക്ക് ഈ പുരുഷന്മാർക്ക് എന്തെങ്കിലും ചെയ്യാന്ന് വയ്ക്കാം, സ്ത്രീകൾക്ക് അങ്ങനെ ചുമ്മാ എവിടെയും പറമ്പിൽ പോയിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം മോദിജി ചെയ്തത് അടിസ്ഥാന വർഗത്തിന് വേണ്ടുന്ന ഏറ്റവും അടിസ്ഥാനപരമായൊരു കാര്യം തന്നെയാണ്. അവർക്ക് ഈ ഫുഡ് കഴിക്കുന്ന പോലെ തന്നെയുള്ളൊരു വിഷയമാണ്. അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നത്. അതിനെ ഇവർ കളിയാക്കി. ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്? ശരിയാണ്, ഇവരെല്ലാവരും വലിയ മുതലാളിമാരെ, ഇവർക്ക് ഈ കക്കൂസിൻ്റെ പ്രശ്നമൊന്നും അറിയില്ല. ഈ കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ അതിസമ്പന്നന്മാരായി പോയപ്പോൾ ഇവർക്കെല്ലാം പുച്ഛമായി തുടങ്ങിയിട്ടുണ്ട്. ഇത് പുച്ഛിക്കേണ്ട കാര്യമൊന്നുമല്ലെന്നേ. ഇതിവിടെ ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് മോദിജി ചെയ്തത്. അതുകൊണ്ട് എത്ര പേര് അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ നന്ദിയോടെ സ്മരിക്കുന്നുണ്ട്. ഞാൻ നേരിട്ട് കണ്ടാണ് ഈ കാര്യങ്ങൾ. ഇവരൊക്കെ ഒന്ന് പോയി കാണട്ടെ, മറ്റു രാജ്യങ്ങൾ, മറ്റ് സംസ്ഥാനങ്ങളുടെ ഉൾപ്രദേശങ്ങൾ, ഉൾഗ്രാമങ്ങൾ ഇവരൊന്ന് പോയി കാണട്ടെ. നരേന്ദ്രമോദിജി വിഭാവനം ചെയ്യുന്ന പല പുതിയ പദ്ധതികളും, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ, നാടിന് ഉപകാരപ്രദമായ പല പദ്ധതികളും കേരളത്തിൽ അട്ടിമറിക്കുന്നു എന്ന് പറയുന്ന ഗുരുതരമായ ആരോപണമാണ് അജിത് കൃഷ്ണ ഉന്നയിച്ചിട്ടുള്ളത്.